എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ്. മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് കാലടി കരുവാപ്പടി പ്രദേശത്ത് തോമസ് കണ്ണമ്പള്ളി എന്ന് പറയുന്ന ആളുടെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒറീസ ദമ്പതികൾ, അത് ഭർത്താവിൻ്റെ പേര് ഗുല്ലി മജ്ജി, ഭാര്യയുടെ പേര് ശാന്തി. ഇതിൽ ശാന്തി ഗർഭിണിയായിരുന്നു. 2 ആഴ്ച മുൻപ് മേലൂർ പഞ്ചായത്തിലെ ആശാ വർക്കേഴ്സും ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ ഈ വാടക വീട്ടിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ശാന്തി പൂർണ്ണ ഗർഭിണിയാണ്. തീർച്ചയായിട്ടും ഇവരെ അടുത്തുള്ള ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം പറഞ്ഞു. എന്നാൽ ഈ ഒറീസയിലൊക്കെ ഈ പ്രസവങ്ങൾ വീട്ടിൽ നടക്കുന്നതുകൊണ്ട് അവരത് അത്ര കാര്യമായിട്ട് ഗവനിച്ചില്ല. അവർക്ക് പോരാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. തുടർന്ന് വളരെ കർശനമായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി വഴി നോട്ടീസും മറ്റു കാര്യങ്ങളും നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായിരുന്നാലും ഉടനെ തന്നെ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് പോകുന്നത്. എന്നാൽ ഗുല്ലിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഗുല്ലി പറയുന്നത് തിങ്കളാഴ്ച ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നുവെന്നും ഇവിടെ ഡോക്ടർ ഇല്ല എന്നുള്ള കാരണത്താൽ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവർ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം ഡോക്ടർ കാണാതെ പോയതാണോ എന്നുള്ള കാര്യത്തിലൊന്നും കൃത്യതയില്ല. എന്നാൽ ഇങ്ങനൊരു കാര്യം ഈ ഭർത്താവായിട്ടുള്ള ഗുല്ലി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 4 മണിക്ക് ശേഷം കോട്ടയിലായിരുന്നു ഗുല്ലി ഒരു വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഗുല്ലി മേലൂർ ഈ വാടക വീട്ടിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ ഭാര്യ ശാന്തി പ്രസവിച്ചു. ഈ പ്രസവത്തിനിടയിൽ ഈ പൊക്കിൾ കൊടി ശാന്തി കട്ട് ചെയ്തു എന്നാണ് ഗുല്ലി നമ്മളോട് പറയുന്നത്. അതിനുശേഷം ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും അവിടെ അടുത്തുള്ള പ്രദീപ് എന്ന് പറയുന്ന ആളുടെ ഓട്ടോറിക്ഷയിലാണ് ഇവിടെ എത്തിച്ചെങ്കിലും കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ പൊക്കിൾക്കൊടി മുറിച്ചില്ലായിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അധികൃതരുമായിട്ട് സംസാരിച്ച് പറയാൻ സാധിച്ചത്. ഇപ്പോൾ ശാന്തി ഇവിടെ അഡ്മിറ്റാണ്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ ദാരുണമായിട്ടൊരു വാർത്ത. നമുക്കറിയാം, ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലുള്ള ചില രീതികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ ചികിത്സാ രീതികൾ തുടരുന്നത്. ഇവർക്ക് സംഭവിക്കുന്ന പല പാളിച്ചകൾ ഇത്തരത്തിലുള്ള ചില നാട്ടു ആചാരങ്ങളും നാട്ടു രീതികളൊക്കെ തന്നെ പിന്തുടരുന്ന അടിസ്ഥാനത്തിലാണെന്ന് തോന്നിപ്പോകുന്നു. എന്തായിരുന്നാലും കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു, പൊക്കിൾക്കൊടി മുറിച്ചില്ലായിരുന്നെങ്കിൽ എന്നാണ് പറയാൻ സാധിക്കുക. ഇത്തരം ഒരു സംഭവം ഇന്ന് 4 മണിക്ക് ഉണ്ടായിട്ടുണ്ട്. മേലൂരിൽ കാലടി എന്ന സ്ഥലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഗുല്ലി मालूम नहीं चला। मैं काम में गया था उधर कोटा गया था। हाँ, काम उधर गया था। उसके बाद वो 4:30 बजे डिलीवरी हुआ था। उस टाइम मुझे फ़ोन किया था वो मेरा दोस्त फ़ोन किया था। उस टाइम में आया था, घर में आया था, रूम में आया था। उस टाइम में वो डिलीवरी हो गया था। उसके बाद मैं आने के बाद वो बीबी पूछा है, वो जिंदा नहीं है, बच्चा ऐसा वाला है। और बीवी बच्चा का कट करे। हाँ, बीवी हाँ, बच्चा का कट करे। हाँ जी। ओ नहीं, सोमवार हाँ, सोमवार इधर आया था और डिलीवरी। तालुका में। हाँ सर, और डिलीवरी टेस्ट करने के लिए वो 1 बजे आया था। वो बोला वो डॉक्टर नहीं है, ऐसा बोला है। डॉक्टर नहीं है? हाँ सोमवार। हाँ, सोमवार ऐसा बोला है, डॉक्टर नहीं है। ऐसा हम लोग चला गया रूम में। മേലൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിലെ നമ്മുടെ കാരുവാപ്പടി പ്രദേശത്താണ് ഈ ദമ്പതികൾ താമസിക്കുന്നത്. അവിടുത്തെ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. 2ാമത്തെ ഡെലിവറിയാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവിടെ ചെന്ന് അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ചിരുന്നു. നമ്മുടെ സബ് സെൻറ്റർ ക്ലിനിക്കിൽ വന്നവർ മെഡിസിനൊക്കെ വാങ്ങി പോകുന്ന, കാൽസ്യം ഫോളിക് ആസിഡ് മെഡിസിൻ വാങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ലാസ്റ്റ് പീരീഡായ ഡേറ്റ് അവർ പറഞ്ഞു കൊടുത്തിരുന്നത് ജൂൺ മാസത്തിലാണ്. അപ്പോൾ 6 മാസം ആകുന്നേ ഉള്ളൂ എന്നുള്ള നിഗമനത്തിലാണ് ആരോഗ്യ പ്രവർത്തകരുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു. അവിടെ പണച്ചെലവൊന്നുമില്ല, അവിടെ ചെന്ന് കാണണമെന്നും അതുപോലെ തന്നെ TT മറ്റടക്കമുള്ള കാര്യങ്ങൾ എടുക്കണമെന്ന് നിർദ്ദേശിച്ചാണ് അവർ വിട്ടിരുന്നത്. പക്ഷേ ഇവർ പിന്നീട് ഡോക്ടറെ കാണാൻ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഇന്ന് ഈവനിങ്ങിലാണ് കുഞ്ഞ് 4 മണിയോടുകൂടി അവർ പ്രസവിക്കുകയും പ്രസവിച്ചത് വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് 6 മണിക്ക് ശേഷം ഭർത്താവ് വന്നതിന് ശേഷമാണ് ഇവർ പ്രസവിച്ചത് കാണുന്നത്. അതിനുശേഷം കോഡ് മുറിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ എത്തുന്നതിന് മുമ്പ് കുഞ്ഞ് മരണപ്പെടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ അന്ന് സബ് സെൻറ്ററിൽ വരുന്ന സമയത്ത് ഇവരുടെ ഗർഭിണിയായ സ്ത്രീയെ രജിസ്റ്റർ ചെയ്ത കാർഡിൽ നോക്കിയിട്ടാണ് ഈ ഭർത്താവ് ആരോഗ്യ പ്രവർത്തകരെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുള്ളത്. ഇവർ പറയുന്നത് ഇവർ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ വന്നിരുന്നു, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചാലക്കുടിയിൽ വന്നിരുന്നു, ഡോക്ടറെ കാണാൻ സാധിച്ചില്ല എന്നാണ്. പക്ഷേ അത് ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായിരുന്നാലും ദൗർഭാഗ്യകരമായൊരു സംഭവമായിപ്പോയി. ഇപ്പോഴും അവരുടെ ഭർത്താവ് പറയുന്നത് അവർക്ക് 7 മാസം ആയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായത്തിൽ മെച്യൂർഡായ ഒരു ബേബിയാണ്, 200 തൂക്കമുണ്ട്. അപ്പോൾ ഇവരുടെ കാൽക്കുലേഷനിൽ വന്ന ഒരു കുറവാകാമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ്. ഒരു ദൗർഭാഗ്യകരമായൊരു സംഭവമായി പോയി. കാലടി കരുവാപ്പടി
ആ പ്രദേശത്ത് ഒരു കണ്ണമ്പള്ളി തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് കുറച്ച് ഹിന്ദിക്കാർ ഒറീസക്കാർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാര്യയും താമസിക്കുന്നുണ്ടായിരുന്നു. അവർ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ പ്രഗ്നൻ്റായി അവർ ഹെൽത്തുകാർ അറിഞ്ഞത് തന്നെ വളരെ വൈകിട്ടാണ് ഹെൽത്തുകാർ അറിഞ്ഞതും. അവർ ഹെൽത്തുകാർ ചെന്ന് പറയുകയും അവർ ഹോസ്പിറ്റലിൽ പോകാൻ അവർ മടി കാണിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തുതന്നെയായാലും കൊച്ച് പ്രസവത്തിൽ ഇന്ന് പ്രസവിക്കുകയും കൊച്ച് കൈയോടെ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ കൊച്ചിനെയും അമ്മയെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊച്ചിനെയും കൊണ്ടുവന്ന് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചേർത്തിരിക്കുകയാണ്.